പിന്നെ നിന്നെ കല്യാണം കഴിക്കുന്നവൻ രക്ഷപ്പെട്ടു എന്നർത്ഥം. നാണോ മാനോ ഉള്ളവളാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുമോ? ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോല് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലെ? കണ്ണന് മുന്നിൽ നമ്മുടെ സ്വാതി ഒരു ഗ്ലാസ് ജ്യൂസ് ഒക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, ആഹാ നീ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സ്വാതി പറയുന്നുണ്ട്, ഓ ഇതൊക്കെ വല്ല പഠിക്കാനുണ്ടോ കണ്ണേട്ട, ഒരു ജ്യൂസ് ഉണ്ടാക്കാനല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, ഓ നിന്നെ കെട്ടുന്നവൻ എന്ത് ഭാഗ്യവാനാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാതി നമ്മുടെ കണ്ണനെ നോക്കി നാണത്തോടുകൂടി ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ടേ. കണ്ണനാണെങ്കിൽ ആ ജ്യൂസൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ നമ്മുടെ അമ്മയെ കാണാൻ, മോഹിനി അമ്മയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. സ്വാഭാവികം നമ്മുടെ മുത്തശ്ശി കാണുന്നുണ്ട്. മുത്തശ്ശി ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്, നിനക്ക് നാണവും മാനവും ഇല്ലേടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി ഇട്ട് ആട്ടിപ്പായിക്കുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി ആണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. കണ്ണനെ പിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ്. അതിനിടയിൽ സ്വാധീനം ഇങ്ങനെ കെട്ടിക്കാൻ നോക്കുന്നുണ്ട് എന്നും കൂടി നമ്മുടെ മഹാലക്ഷ്മി അറിഞ്ഞാൽ പിന്നെ തീർന്നു. മഹാലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമായി പോവും. കണ്ണനെ അത്രയും വിശ്വാസമാണെങ്കിൽ കൂടിയും ഇവരിങ്ങനെയൊക്കെയാണല്ലോ കാട്ടിക്കൂട്ടുന്നേ എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിക്ക് അത് സഹിക്കാൻ പറ്റാന്നതിലും അപ്പുറത്ത് തന്നെയാണ്. ലാസ്റ്റ് നമ്മുടെ മേഘനാഥൻ പ്രതാപന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, എന്റെ പെങ്ങളെ അവൻ കെട്ടിയില്ലെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റാം തടിയായിട്ട് നിൽക്കേണ്ടി വരും എന്നിങ്ങനെ പറയുവാട്ടോ. ആർക്ക് വേണം നമ്മുടെ പെങ്ങളെയൊക്കെ അല്ലെ? കാത്തിരുന്നതിന് കാണാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.